لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ സന്ദർഭങ്ങളിലൊക്കെ കൃത്യതയും സൂക്ഷ്മതയും പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുള്ള കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ പെരുകി വരുന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതിനിടയിലാണ് യു.പിയിൽ ഒരു ദളിത് പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും അധികാരികൾ ആ മൃതദേഹത്തെ പോലും പൈശാചികമായി കുഴിച്ചുമൂടുകയും കത്തിക്കുകയും ചെയ്ത സാഹചര്യവും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നീതിക്ക് വേണ്ടി ആരൊക്കെയാണോ ശബ്ദിക്കാൻ പോകുന്നത് അവരെയൊക്കെ വഴിയിൽ തടയുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ അതിൻ്റെ ന്യായാന്യായങ്ങളൊന്നും പരിശോധിക്കാതെ ജയിലടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അഴിമതിയുടെയും കൈക്കൂലിയുടെയും കള്ളത്തരങ്ങളുടെയും ഒക്കെ വാർത്തകൾ പെരുകി വരികയാണ്. നീതിക്കുമേൽ ഫാഷിസം എത്രമാത്രം അപകടം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ ഇപ്പോൾ കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. മഹാത്മജിയുടെ, ഗാന്ധിയുടെ ജീവിതം ഓർമ്മിപ്പിക്കപ്പെടുന്ന ഈ ദിവസങ്ങളിൽ പോലും ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തച്ച് തകർക്കാൻ കൂട്ടുനിന്നവർ, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയവരൊക്കെ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്ന വാർത്തകളും നമ്മൾ കേൾക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നിരാശ ബാധിക്കുക സ്വാഭാവികമാണ്. പക്ഷേ മുഅ്മിനുകൾ എന്ന നിലക്ക് നമ്മൾ
പരിശുദ്ധ ഖുർആൻ്റെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഒക്കെ നിർദ്ദേശങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ദുനിയാവിൻ്റെ ഈ ഇഹലോകത്തിൻ്റെ ചില സ്വാഭാവികതകളും അതുപോലെ തന്നെ ദുനിയാവിലുണ്ടാകുന്ന ദുനിയാവിൻ്റെ ചില രീതികളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. നോക്കൂ, ദുനിയാവിന് നമുക്ക് വിശ്വാസവും ഒന്നുമില്ലാതെ ചില യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസമൊക്കെ വലിച്ചെറിഞ്ഞ അങ്ങനെ ജീവിക്കുന്ന ഒരു മണ്ണായി നമുക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ അടിമത്തം പേറി ഒന്നിനും പറ്റാത്തവനെ പോലെ മുട്ടിലിഴഞ്ഞ് ജീവിക്കുന്നവരുടെ ഒരു മണ്ണായി സ്വീകരിക്കാം. നീതി നിഷേധത്തിൻ്റെയും സത്യസന്ധ ഇല്ലായ്മയുടെയും ഒക്കെ മാർഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സകല ധർമ്മങ്ങളും തകർത്തെറിഞ്ഞ് എല്ലാവിധത്തിലുമുള്ള അശ്ലീലവും ആഭാസവും അധാർമിക പ്രവർത്തനങ്ങളുമായി തോന്നിവാസങ്ങൾ ചെയ്ത് അങ്ങനെ ദുനിയാവിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാവിധത്തിലുമുള്ള ഫിത്തനകളിൽ ഏർപ്പെട്ടും അതിനൊക്കെ കൂട്ടുനിന്നുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തും ഈ ദുനിയാവിൽ ജീവിച്ചു പോകാം. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ ഈ ദുനിയാവിൻ്റെ ചില സ്വാഭാവികതകളാണ്. ഈ ദുനിയാവിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. മറിച്ചുമുണ്ട് യഥാർത്ഥ ധർമ്മത്തിൻ്റെയും നീതിയുടെയും അതുപോലെ തന്നെ സത്യസന്ധതയുടെയും യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും ഒക്കെ മാർഗം സ്വീകരിച്ച മണ്ണുമായി ഈ ദുനിയാവിനെ നമുക്ക് കൊണ്ടുപോകാമെന്നതാണ്. അപ്പോൾ ദുനിയാവിൻ്റെ ഈ രീതികളെ കൃത്യമായി മനസ്സിലാക്കാതെ പോയാൽ പലപ്പോഴും നമുക്ക് നിരാശ ബാധിക്കും എന്നതാണ്. ഇത് ദുനിയാവിൻ്റെ ചില രീതികളാണ് എന്നും ഇവിടെ മുഅ്മിനുകൾ എന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കൃത്യമായ മാർഗദർശനം ഉണ്ട് എന്നതും ബോധ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ സമീപകാലത്ത് ഓരോന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുകയാണ് ചെയ്യേണ്ടത്. സകല വേണ്ടാത്തരങ്ങളും ഈ ദുനിയാവിൽ വർദ്ധിക്കുകയും ചില പ്രവർത്തനങ്ങൾക്കൊക്കെ അതത് കാലത്തെ അധികാരികൾ പോലും കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള അസ്വസ്ഥതകൾ പെരുകും എന്നതിൽ സംശയമില്ല. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ ഈമാൻ കൂടുതൽ പ്രോജ്വലിച്ച് നിൽക്കേണ്ടത്. അത്തരം സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ തവക്കുലിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുക. തവക്കുൽ എന്ന് പറയുന്നത് എല്ലാം അടക്കി വെച്ച് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയല്ലല്ലോ. നമുക്ക് വേണ്ടത് ചെയ്യുകയും പഠിക്കുകയും പരിശീലിക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മളെടുക്കേണ്ട ചില നടപടികളും അതുപോലെ തന്നെ സ്വീകരിക്കേണ്ട മാർഗങ്ങളുമൊക്കെ അതത് കാലത്തെ പണ്ഡിത നേതൃത്വങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ അതിൻ്റെ കൃത്യമായ വഴികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. അതിനനുസരിച്ചുള്ള മാർഗം സ്വീകരിച്ച് നമ്മൾ തവക്കുലിലൂടെ മുന്നോട്ട് പോകണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അള്ളാഹു നമുക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഊർജം പകർന്നു നൽകും. തെളിഞ്ഞ മാർഗങ്ങളെ അള്ളാഹു നമുക്ക് മുമ്പിൽ തുറന്നു തരും. ഇത് ചരിത്രത്തിൽ ഒരുപാട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നതാണ്. മുഅ്മിൻ എന്ന നിലയ്ക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച് നമ്മുടെ ആദർശം നെഞ്ചേറ്റി നമ്മുടെ നിലപാടുകൾ കൃത്യമാക്കി പരീക്ഷണങ്ങളിൽ പതറാത്ത മനസ്സുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നീതിയുക്തമായ ഒരു ലോകം പ്രതീക്ഷിച്ച് നാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോവുക. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും പല കോണുകളിൽ നിന്നും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതൊന്നും അള്ളാഹു കാണുന്നില്ലേ? എന്താണ് അള്ളാഹുവിൻ്റെ സഹായം നമ്മിൽ ലഭ്യമാകാത്തത് എന്നതൊക്കെ ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. സ്വാഭാവികമാണ് ആ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ വിശ്വാസി എന്ത് നിലപാടെടുക്കണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു, ഫദർഹും ഫീ ഗംറതിഹിം ഹത്താ ഹീൻ. ഇങ്ങനെ അതിക്രമങ്ങളും തോന്നിവാസങ്ങളും അധികാരത്തിൻ്റെ ദുർവിനിയോഗമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ, അവരെക്കുറിച്ച് നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട. അവർക്ക് അള്ള ചില നിശ്ചിത സമയം വരെ അനുവദിച്ചു കൊടുത്തതാണ്. അല്ലാതെ അള്ള അത് കാണുന്നില്ല നിങ്ങൾ വിചാരിക്കേണ്ട. അള്ള ഇവരുടെ ജീവിതത്തിൽ ഒരു പാഠം പഠിപ്പിക്കും എന്നതിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അതിനൊക്കെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. സ്വത്തും സന്താനങ്ങളും അതുപോലെ തന്നെ എല്ലാ നിഅമത്തുകളും നൽകി നാം അവരെ സഹായിക്കുന്നത് നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് ധാരാളം നന്മകൾ ചൊരിയാൻ വേണ്ടിയാണോ?
അങ്ങനെ ധൃതി കാണിക്കുകയാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കിട്ടണ്, അധികാരം കിട്ടണ്, സൗകര്യം കിട്ടണ്, നമ്മളുടെ ഉമ്മത്തിന് ഒരു പരിഗണനയും ഇല്ലാത്ത തരത്തിൽ അധമന്മാരായി ചിത്രീകരിക്കപ്പെടുന്നു എന്നൊക്കെ തോന്നി അവർക്കാണ് എല്ലാം അള്ളാഹു നൽകുന്നത് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അതിനൊക്കെ ഒരു നിശ്ചിത സമയം അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വല്ലാ യശ്ഉറൂൻ, നിങ്ങൾ കാര്യം കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് ഖുർആൻ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞു, സനസ്തരിജ്ഹും മിൻ ഹൈസു ലാ യഅലമൂൻ, നാം അവർ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി നാം അവരെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞാൽ പിന്നെ അത് നമ്മളോടുള്ള കരാർ കൂടിയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ വാക്കുകൾ കലാം സത്യസന്ധമായി പുലരുക തന്നെ ചെയ്യുമെന്നതിൽ ആർക്കാണ് ഇവിടെ സംശയമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സൂചിപ്പിച്ചു, ഇന്നല്ലാഹ ലയംലി ലിദ്ദാലിം ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു, അക്രമകാരികൾക്ക്, നിയന്ത്രണമില്ലാതെ ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ചില അവസരങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊടുക്കും. 5 വർഷമായി, 10ാമത്തെ വർഷത്തിലേക്ക് നീങ്ങും, അടുത്തത് കിട്ടുമോ എന്നൊക്കെ ആളുകൾ കണക്കൂട്ടും. പിന്നെയും ഇവർക്ക് തന്നെ അവസരങ്ങൾ നൽകുന്ന സാഹചര്യം വരും. അക്രമം ചെയ്യാനുള്ള വഴികൾ അവർക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുന്നതാണ്. അള്ളാഹ് അത് നീട്ടിക്കൊടുക്കും. അങ്ങനെയോ അവന് പിടികൂടപ്പെട്ടാൽ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു, അങ്ങനെ അള്ളാഹു പടിപടിയായി ഓരോരുത്തരെ പിടികൂടപ്പെടും. അങ്ങനെ പിടികൂടിയാൽ പിന്നെ കുതറി ചാടി പോകാൻ അവർക്കാവുക തന്നെയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലീ ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം ഇന്നമാ നുംലീ ലഹും ലിയസ്ദാദൂ ഇസ്മാ വലഹും അദാബും മുഹീൻ. ഖുർആൻ പറയാണ്, വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലീ ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം, സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുമ്പോൾ അതവർക്ക് ഒരുപാട് ഗുണം ലഭിക്കുന്ന കാര്യമാണ് എന്ന്, അവർക്ക് സ്വന്തത്തിന് തന്നെ ഗുണമായി കിട്ടുന്ന ഒരുപാട് കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇന്നമാ നുംലീ ലഹും ലിയസ്ദാദൂ ഇസ്മാ, അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ അവരുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനാണ് അള്ളാഹ് ഇതിന് അവസരം കൊടുക്കുന്നതെന്നാണ്. ഒരാൾ തെറ്റുകൾ ധാരാളമായി ചെയ്യാം, അയാൾ വലിയ പാപിയായി മാറാം, അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച ശിക്ഷ ലഭിക്കുക. ഈ രൂപത്തിലാണ് അള്ളാഹു ക്രമം നിശ്ചയിച്ചത് എന്നതാണ്. അപ്പൊ അവർ ഈ തെറ്റുകളിൽ മുഴുകുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടതില്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അങ്ങനെ അവർ മഹാപാപികളായി മാറുമ്പോൾ വലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദകരവും അപമാനകരവുമായ ശിക്ഷ ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, താൽക്കാലികമായി കിട്ടുന്ന ഈ ആസ്വാദനങ്ങളിൽ യഥാർത്ഥത്തിൽ അത്തരക്കാർ എന്താ ചെയ്യാം? അധികാരം കിട്ടി താൻ അക്രമം കാണിച്ച് രസിക്കാം, തൻ്റെതായ ആളുകൾക്ക് നീതിയൊന്നും നോക്കാതെ, പ്രജകളുടെ നീതിയൊന്നും നോക്കാതെ തോന്നിയമായ കാര്യങ്ങൾ ചെയ്യാം, എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുക, എല്ലാ വൃത്തികേടുകളും ചെയ്തവർക്ക് സംരക്ഷണം കൊടുക്കുക. ഇങ്ങനെ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യന് അവസരം കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക? അവൻ ഈ ആസ്വാദനം, ഇത് ഒരു ആസ്വാദനമായി മാറും, എന്നിട്ടോ അതിൽ വഞ്ചിതനാകുന്നു എന്നതാണ് ഖുർആൻ ഈ ആയത്തിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ഞാൻ ചെയ്യുന്നതൊക്കെ വലിയ വലിയ മഹത്തായ കാര്യങ്ങളാണ് എന്ന് അവർക്ക് തന്നെ തോന്നും. ബാബരി മസ്ജിദിന്റെ താഴികക്കൂടങ്ങൾ തകർന്നു വീണ് ഈ നിയമത്തിന്റെ വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് നീതി ലഭിച്ചു എന്ന് കരുതുന്ന ആളുകൾ പോലും പറഞ്ഞു അവസാനം നീതി ലഭ്യമായിരിക്കുന്നു. മഹത്തായ സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നതൊക്കെ ആളുകൾ പത്രസമ്മേളനം വിളിച്ച് പറയുന്നു. പക്ഷേ അങ്ങനെ പറയുന്നവരുടെ യഥാർത്ഥ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? എല്ലാ അധികാരത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ നിന്നും തഴയപ്പെട്ട് കൂടെ നടന്നവരിൽ തന്നെ ഒറ്റുകാരനാക്കപ്പെട്ട് വീടകങ്ങളിൽ കഴിയേണ്ട സാഹചര്യങ്ങളിലാണ് അവർ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്നതാണ്. നിന്ദത അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് ഖുർആനാണ് പറഞ്ഞത്. സത്യവിരുദ്ധവും അക്രമപരവുമായ കാര്യങ്ങളിൽ അവർ മുഴുകിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അവസാനം അതവരുടെ നാശത്തിൽ കലാശിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു തരാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷക്ക് അവർ വിധേയരാവുക തന്നെ ചെയ്യുമെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ ഒരായത്ത് കൂടി നമ്മുടെയൊക്കെ മനസ്സിൻ്റെ സന്തോഷത്തിന്, സമാധാനത്തിന് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശ ബാധിക്കാതിരിക്കാൻ ഒരായത്ത് കൂടി അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. വലാ തഹ്സബന്നല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ പറ്റി വിചാരിക്കരുത് കേട്ടോ. അള്ളാഹിനെ പറ്റി നിങ്ങൾ വിചാരിക്കരുത് എന്ത്? ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ,
ഇങ്ങനെ അതിക്രമം ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹ് കാണുന്നില്ല, അല്ലാഹ് കേൾക്കുന്നില്ല, അല്ലാഹ് അശ്രദ്ധയിലാണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശഖസു ഫീഹിൽ അബ്സാർ. ആരുടെയും കണ്ണഞ്ചി പോകുന്ന ഒരു ദിവസത്തിൽ അള്ളാഹു അതുവരെ അവർക്കുള്ള ശിക്ഷകളെ നീട്ടിവെച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അള്ളാഹൊക്കെ കണ്ട് അതിനുള്ള പരിഹാരം അള്ളാഹു നൽകുമെന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ആശ്വാസം എന്നതാണ്. ഇമാം ത്വബരിയെ പോലെയുള്ള മുഫസ്സിറുകൾ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി, ഹിയ വഈദുൽ ലിൽസാലിം വതഅസിയത്തുൽ ലിൽമദ്ലൂം എന്നാണ്. ഹിയ വഈദുൽ ലിൽസാലിം, ഈ ആയത്ത് ക്രമം തെറ്റി ജീവിക്കുന്ന, അക്രമം ചെയ്ത് ജീവിക്കുന്നവർക്ക് വലിയ താക്കീതാണ് എന്നതാണ്. വതഅസിയത്തുൽ ലിൽമദ്ലൂം, ആരാണോ ഇരകളാക്കപ്പെടുന്നത്, ആരാണോ ഇവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവർക്കിത് വലിയ സമാശ്വാസമാണ്, തഅസിയത്താണ്, ആശ്വാസമാണ് എന്ന് ഇമാം ത്വബരി പോലെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുക. നമ്മുടെ സ്വസ്ഥത കെടുത്തുകയും ഈ രാജ്യത്തിൻ്റെ പൈതൃകം അത് തകർക്കുകയും ചെയ്യുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ തിന്മകളിൽ അഭിരമിക്കുകയും ഇത്തരത്തിൽ തിന്മകൾ ചെയ്യുന്നവരുടെ അക്രമം അവസാനിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുക, അള്ളാഹുവിൻ്റെ വലിയകളായി നമ്മൾക്ക് മാറാൻ കഴിയുക എന്നതാണ്. അതിന് അള്ളാഹു നിശ്ചയിച്ച സമയക്രമങ്ങളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഉണ്ടാകണം, അള്ളാഹു നിർദ്ദേശിച്ച വിഷയങ്ങളിൽ നമ്മൾ ഉണ്ടാകണം, ഇബാദത്തുകളിൽ നമ്മൾ ഉണ്ടാകണം, അമൽ സാലിഹാത്തുകളിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ നമ്മൾ പാലിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിനോട് ഉറപ്പ് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആ ഉറപ്പ് അള്ളാഹുവിന് നൽകുന്ന സമയത്ത് നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. നമ്മൾ അള്ളാഹുവിലേക്ക് കേട് പറയുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമ്മുടെ കൺമുന്നിൽ വർഷിപ്പിക്കും. ഇത് അള്ളാഹുവിന്റെ സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാലങ്ങളായി പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ട്. ചരിത്രം അതിന് സാക്ഷിയുണ്ട്. ഖുർആനിന്റെ അധ്യാപനങ്ങൾ അത് ശരിവെക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. പരസ്പരം സ്നേഹിച്ചും ഒന്നിച്ചും ഒരുമിച്ചിരുന്നും ഒന്നായി മാറി നമ്മുടെ ഉമ്മത്തിനും ഈ നാടിനും പ്രിയപ്പെട്ടവരെ നമ്മൾ കരുത്ത് പകരേണ്ട സന്ദർഭമാണിത്. അക്രമികൾ അതാരായാലും, പള്ളി പൊളിച്ചവരായാലും, പെണ്ണിന്റെ മാനം കളഞ്ഞവരായാലും, സത്യമാർഗത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരായാലും, നിരപരാധികളെ ജയിലിലടച്ച് അതുപോലെ തന്നെ ഈ നാട്ടിപ്പുറത്താക്കി ഈ മണ്ണിൽ കുഴിച്ചു മൂടി ആനന്ദം കണ്ടെത്തുന്ന ആരായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പുലരുക തന്നെ ചെയ്യും. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശഖസു ഫീഹിൽ അബ്സാർ. ആരുടെയും കണ്ണഞ്ചി പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. നീതി നിഷേധിക്കപ്പെടാതെ ഏത് കണ്ണീർ കുടിച്ചവനും അന്ന് അവന്റെ മേൽ മറ്റുള്ളവന്റെ മേൽ പ്രതികാരം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന, ഇന്ന് ദുർബലനാണെന്ന് കണക്കാക്കിയവർ പോലും നാളെ ശക്തി പ്രാപിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, പരലോകത്തേക്ക് വലിയ പ്രതീക്ഷയോടെ പോകുന്നതോടൊപ്പം തന്നെ ഈ ദുനിയാവിൽ ഇത്തരം അക്രമത്തിൽ ഏർപ്പെട്ട ആളുകൾക്കുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമെന്നും ദുരിതങ്ങളായി അപമാനങ്ങളായി ഈ ദുനിയാവിൽ തന്നെ അതിൻ്റെയൊക്കെ അവസ്ഥകൾ അവർക്ക് വരുമെന്നൊക്കെ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തളർന്നു പോകേണ്ടതില്ല. പള്ളി പൊളിച്ചവനെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ നാശം മനസ്സിൽ കണ്ടവരും പള്ളിയുടെ നാശത്തിന് വേണ്ടി പണിയെടുത്തവരും ഒരിക്കലും ഈ ദുനിയാവിൽ നിന്ന് അപമാനിതരാവാതെ കടന്നുപോയിട്ടില്ല എന്നതൊരു ചരിത്രമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം അത് ഖുർആനിന്റെ അധ്യാപനമാണ്. അത് ഫാസിസ്റ്റുകൾ എന്നാകണമെന്നില്ല. ഒരു പള്ളിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അതിനനുകൂലമായ കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് അമാന്തം കാണിച്ചാൽ അത് നശിച്ചു കാണണമെന്നും അതിന് പോരായ്മകൾ ഉണ്ടാകണമെന്നും അത് എന്തെങ്കിലുമായി ഇല്ലാതായിക്കോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമാണ് പരിശുദ്ധ ഖുർആന്റെ വചനം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഓരോരുത്തരുടെയും അനുഭവങ്ങളിൽ അതുണ്ടാകും. അത്തരത്തിൽ ഇടപെട്ട ആളുകൾക്കൊക്കെ ദുനിയാവിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നീചമായ സാഹചര്യങ്ങൾ കൺമുമ്പിൽ അള്ളാഹു പലപ്പോഴും കാണിച്ചു തരാറുണ്ട് പ്രിയപ്പെട്ടവരെ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഖുർആൻ പറഞ്ഞു, വലിയ അതിക്രമം ചെയ്യുന്നവൻ ആരുണ്ട് എന്ന് ചോദിച്ചിട്ടാണ് പള്ളിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം അല്ലാഹു പറയുന്നത്. എന്താണല്ലോ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്ന പള്ളി, അതുപോലെ തന്നെ അതിനെ തടയാം, അത് നശിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവനേക്കാൾ വലിയ ആക്രമി ആരാണുള്ളത്? യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ പള്ളി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ ഉണ്ടാകേണ്ടത്? ഒരു പേടി ഉണ്ടാകണം. അത് നശിച്ചു പോകുമ്പോൾ ഒരു ബേജാറുണ്ടാകണം,
പേടിയോടുകൂടിയല്ലാതെ അവിടേക്ക് പ്രവേശിക്കാൻ കഴിയരുത് എന്ന് പറഞ്ഞാൽ ഭക്തി നിർഭരമായി അള്ളാഹുവിനെ കുറിച്ച് ഓർത്തല്ലാതെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരാൾക്ക് ഇടപെടാൻ സാധിക്കാതെ പോകരുത് എന്നാണ് ഇവിടെ താക്കീത് നൽകുന്നത്. ആരെങ്കിലും അള്ളാഹുവിനെ നാമം സ്മരിക്കുന്ന പള്ളികളിൽ തടസ്സമുണ്ടാക്കിയാൽ, അവിടെ പ്രയാസമുണ്ടാക്കിയാൽ, അത് നശിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഖുർആൻ പറഞ്ഞു ലഹും ഫിദ്ദുനിയ ഹിസ്യുൻ, അവന് ദുനിയാവിൽ രക്ഷയില്ല എന്നുള്ളതാണ്. അവന് അപമാനകരമായ കാര്യങ്ങൾ ഉണ്ടാകും. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, പരലോകത്തോലെ രക്ഷ ഉണ്ടാവും. അവൻ അവിടെ കഠിനമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സമകാലികമായ സാഹചര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾ നമ്മൾ നെഞ്ചേറ്റുക, ഹബീബായ റസൂലുള്ളാഹിന്റെ മാർഗങ്ങൾ നമ്മൾ പിൻപറ്റുക. പ്രിയപ്പെട്ടവരെ, പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക. അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ എളുപ്പത്തിൽ മോചിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ ഖൈറും ബർക്കത്തുമൊക്കെ നമ്മിലെപ്പോഴും വർഷിപ്പിച്ച് നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സമകാലിക സാഹചര്യത്തിൻ്റെ അസ്വസ്ഥതകൾ കണ്ട് നമ്മൾ നിരാശരാകേണ്ടതില്ല എന്നതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. നമ്മൾ നമ്മുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുക, പ്രതിസന്ധികളെ മറികടക്കാൻ പ്രാപ്തരാവുക, ശക്തരാവുക, നമ്മുടെ ഈമാൻ നമ്മൾ മുറുകെ പിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഖുർആൻ നമ്മളെപ്പറ്റി എന്താ പറഞ്ഞത്? അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അങ്ങനെ ഈമാനുള്ള ആളുകളാണോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ ആരാണ് ഇവിടെ ഇസ്സത്തുള്ളവർ? നിങ്ങളൊക്കെ പുറത്തു പോകേണ്ടവരും അധമന്മാർ ദുർബലരുമാണ് എന്ന് വിശ്വാസികളെപ്പറ്റി, മുസ്ലിങ്ങളെപ്പറ്റിയൊക്കെ ആളുകൾ പലപ്പോഴും പറയും. പക്ഷേ ഖുർആൻ പറഞ്ഞു വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹുവിനാണ് ഇസ്സത്ത്, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത്, അല്ലാഹുവിലും അവിടുത്തെ റസൂലിലും വിശ്വസിച്ച മുഅ്മിനുകൾക്കാണ് ഇസ്സത്ത് എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷേ കപടന്മാരുടെ ലോകത്ത് കപടതയുമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മനസ്സിലാകൂല എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതാത് ദിവസം തന്നെ എല്ലാവരും കേൾക്കുന്നതാണ്. പക്ഷെ ഒരുപാട് നമ്മളുമായി ബന്ധപ്പെട്ടവരും നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ പ്രയാസം നേരിട്ടിട്ടുണ്ട് എന്ന് പലരും നേരിട്ടും അല്ലാതെയുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിളിച്ചറിയിച്ചിട്ടുണ്ട്. ദുആക്ക് വേണ്ടി വസീയത്ത് ചെയ്തവരുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ സിയാങ്കണ്ടത്തും തൊട്ടിയൻപാറയിലും കുറിയടത്തും ഐക്കരപ്പടിയിലും പുത്തൂപാടത്തും അതുപോലെ തന്നെ പൂച്ചാലിലും എണ്ണായിലുമൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കയറിയാലുള്ള സ്ഥലത്തുമൊക്കെ ഈ പ്രയാസം ബാധിച്ച നിരവധി ആളുകളുണ്ട് എന്നതാണ് ഇന്നലെയും മിനിയാന്നുമായുള്ള വിവരങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട സന്ദർഭമാണ്. എല്ലാം തുറന്നു കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇബാദത്തുകളുമൊക്കെയായി പള്ളിയിൽ വരാനുള്ള സൗകര്യം രണ്ടാമത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പലരും മെഡിക്കൽ കോളേജിലൊക്കെ ഈ ട്രയാഗിലൊക്കെ ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർമാരുടെ അടുക്കൽ നിന്നുള്ള വിവരങ്ങൾ കേട്ടാൽ കണ്ണ് നിറയാതെ കേൾക്കാൻ കഴിയില്ല. അത്രമാത്രം പ്രയാസങ്ങൾ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള തിരക്കും അവിടെയുള്ള പ്രയാസങ്ങളും രോഗം ബാധിച്ചവർ അതിനുവേണ്ടി അനുഭവിക്കുന്ന വിഷമങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ ഇത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നന്നായി എടുക്കണം എന്നതാണ് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ മുൻകരുതലുകൾ നമ്മുടെ സ്വന്തം നഫ്സിന് വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ഖുർആൻ പറയുന്നുണ്ട് വലാ തുൽഖു അയ്ദീകും ഇലാ തഹ്ലുക, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ, ജീവിതത്തെ നാശത്തിലേക്ക് വലിച്ചേക്കരുത്. നമുക്കൊരു ഓവർ കോൺഫിഡൻസിൻ്റെ പേരിൽ നമ്മളിതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും എടുക്കാതെ ഇറങ്ങി പുറപ്പെടരുത്. ഇന്നൊന്നും ബാധിക്കൂല എന്ന് തോന്നേണ്ടതില്ല. 10 വയസ്സിന് മുകളിലുള്ള 10 പേരെ എടുത്താൽ അതിലൊരാൾക്ക് കോവിഡ് ഉണ്ട് എന്നതാണ് ഇന്ത്യയുടെ ഇന്നലത്തെ കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. 10 കുട്ടികളെ അല്ലെങ്കിൽ 10 വയസ്സിന് മുകളിലുള്ള 10 ആളെ എടുത്താൽ അതിലൊരാൾക്ക് ഇതുണ്ട് എന്നതാണ്. ഞാൻ ബേജാറാക്കാൻ പറയില്ല, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവും, അതിലൊരു ഇതുമില്ല. പക്ഷേ
തവക്കുൽ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളത് ഖുർആൻ്റെ ആയത്താണ്. ഇതിന് കൂലിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുസല്ലയിട്ട് അൽഹംദുലില്ലാഹ് എല്ലാവരും വന്നു. അതോടൊപ്പം തന്നെ മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകണം. അതേപോലെ നമ്മളിവിടെ രേഖപ്പെടുത്തി വെക്കുന്നു. ഇത് ജുമാക്ക് മാത്രമല്ല, ജമാഅത്തുകളിൽ കൊണ്ട് പലപ്പോഴും നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്. മുസല്ല നിർബന്ധമായി കൊണ്ടുവരണം. നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ വേർപ്പ് നമുക്ക് അസുഖമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ ഉണ്ടെങ്കിലോ അത് മറ്റൊരാൾക്ക് പകരുന്ന അവസ്ഥ വന്നാലോ നമ്മൾ കാരണം ഒരാൾക്കൊരു ദുരിതം സമ്മാനിക്കല്ലേ. അള്ളാഹ് നമ്മളോട് എടുക്കാൻ ഭൗതിക വിഷയങ്ങൾ മുൻകരുതൽ എടുക്കാൻ പറഞ്ഞു. അതിന് നമുക്ക് കൂലിയുണ്ട്. നമ്മൾ മുസല്ലുണ്ടെങ്കിൽ കൂലിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാസ്ക് ധരിക്കണതിന് കൂലിയുണ്ട്. കാരണം എന്തിനാണ്? ഒന്ന്, നമ്മുടെ നഫ്സിനെ നമ്മൾ നശിക്കാതിരിക്കാൻ ഖുർആൻ്റെ ആയത്തിനോട് കൂറ് പുലർത്തുകയാണ്. രണ്ടാമത്തെ വിഷയം എന്താണ്? മറ്റൊരാൾക്ക് രോഗം എന്നിൽ നിന്ന് പകരരുതേ എന്നൊരു നസീഹത്താണ്. ഇതൊരു പുണ്യല്ലേ, ഒരു നന്മ വിചാരിക്കണമെങ്കിൽ കൂലിയുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ കൂലി കിട്ടുന്ന കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കുക. പ്രത്യേകിച്ച് നമ്മളെ ജമാഅത്ത് നമസ്കാരത്തിൽ കൂടി അതെന്ത് ചെയ്യണം? എല്ലാവരും അത് പാലിക്കണം. ജമാഅത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ സൗകര്യം കിട്ടാൻ സമയം ദീർഘിപ്പിക്കണമെന്ന് 1-2 ആളുകൾ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ ബാങ്ക് കൊടുത്ത് 10 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ് സമയം ഇന്നത്തെ അസർ മുതൽ 15 മിനിറ്റാക്കി നമ്മൾ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് എല്ലാവരും ജമാഅത്തിൽ എത്തിച്ചേരുക. ഒരുപാട് ആളുകൾ ജമാഅത്തിലേക്ക് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ചെറുപ്പക്കാർ, പള്ളിയിൽ വരാൻ പറ്റുന്ന ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ഇപ്പോൾ പള്ളിയിൽ വരാൻ ഏറ്റവും പുതിയുള്ള സമയമായിരിക്കും. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ അവർക്ക് കൂടി പ്രാർത്ഥിക്കണമല്ലോ നമ്മൾ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരൊക്കെ പള്ളിയിലേക്ക് വരട്ടെ. വരുന്നവർ കൃത്യമായി ഇത് പാലിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കൈവിട്ട് പോകും. പിന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ അത് പാലിക്കുക, കുറച്ച് ആൾക്കാരൊന്നും പാലിക്കാതെ വരിക, അത് മറ്റൊരാളിലുണ്ടാകുന്ന ഒരു അനിഷ്ടമുണ്ടല്ലോ. ഒരു കുറച്ച് വലിയ ആൾക്കാർ തോന്നും, സ്വാഭാവികമാണ്. മാത്രമല്ല പള്ളിയിലേക്ക് വരുന്നവർക്ക് വരാതിരിക്കാൻ തോന്നാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. നമ്മുടെ പള്ളിയായാലും നമ്മുടെ പരിസരം, കുടുംബം, വീട് ഒക്കെ ശുചിത്വമായും ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ രൂപത്തിലേക്ക് നമ്മൾ മാറണം. 144 പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. അടുത്ത ആഴ്ചയിൽ സ്ഥിതിഗതികൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. ഏതായാലും പരമാവധി സാധ്യമാകുന്ന രൂപത്തിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളെയും ഈമാനിൻ്റെ കരുത്തോടുകൂടി നേരിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. COVID-19 അതുപോലെ തന്നെയുള്ള മാരക രോഗങ്ങളും മാറാരോഗങ്ങളുമൊക്കെയായി പ്രത്യേകം ദുആക്ക് വേണ്ടി നമ്മോട് വസീയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങളെ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കണിശമായ വിചാരണകളിൽ നിന്നും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാൻ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് താങ്ങും തണലുമായവർ, നാഥ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹു, എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ ദീനിനെയും ഈ നാടിനെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ തരത്തിലുമുള്ള വിഷമഘട്ടങ്ങളെ മറികടക്കാനുള്ള ഈമാനിൻ്റെ കരുത്തും ഭൗതികമായ സാഹചര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് നീ ഒരുക്കി നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട് നാഥ. എല്ലാവർക്കും നീ മനസ്സിന് സ്വസ്ഥത, ആരോഗ്യവും അതുപോലെ തന്നെ ആഫിയത്തും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, റിസ്കുമായി ബന്ധപ്പെട്ട് ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സ്വദേശത്തും വിദേശത്തുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹുവെ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم ادخلنا الجنة مع الأبرار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.